നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡാലിയ. പ്രധാന വാർത്തകൾ. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ നഗരത്തിൽ പടർന്നു പിടിക്കുന്നുണ്ടെന്ന ആരോഗ്യ പ്രവർത്തകരുടെ റിപ്പോർട്ട് പുറത്തുവരുമ്പോഴും വിദ്യാനഗർ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് ദുരവസ്ഥ. അഴുക്കുജലമൊഴുകുന്ന പൈപ്പ് പൊട്ടി 2 വർഷമായിട്ടും പരിഹാരമില്ല. പകർച്ചവ്യാധികൾ പടരുമെന്ന ഭീതിയിൽ വിദ്യാർത്ഥികൾ. എൻഡോസൾഫാൻ ഇരകളടങ്ങുന്ന പഠന വൈകല്യം ബാധിച്ച വിദ്യാർത്ഥികളോട് അധികൃതരുടെ അനാസ്ഥ തുടരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നിഷേധിച്ച അധികൃതരുടെ നടപടി വിവാദമാകുന്നു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് എൻഡോസൾഫാൻ വിരുദ്ധ സമിതി കൺവീനർ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ KCN ന്യൂസിനോട്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ MSF പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച സംഭവം നിയമസഭയിൽ. വിഷയം നിയമസഭയിൽ ഉന്നയിച്ച MLA NA നെല്ലിക്കുന്നിന് മുഖ്യമന്ത്രിയുടെ മറുപടി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി. MSF പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചുവെന്ന ആരോപണം നിലനിൽക്കെ MSF യൂത്ത് ലീഗ് പ്രവർത്തകർ കാസർഗോഡ് CI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായി മലയോര പഞ്ചായത്തുകൾ. ജനങ്ങൾ ആശ്രയിച്ച വാവടുക്കം പുഴ വറ്റിവരണ്ടതോടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരെ അധികൃതർ തുടരുന്ന അനാസ്ഥയ്ക്ക് കാസർഗോഡ് നിന്നൊരു നേർസാക്ഷ്യം. വിദ്യാനഗർ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന്റെ ദുരവസ്ഥയ്ക്കു നേരെ അധികൃതർ കണ്ണടയ്ക്കുന്നു. 2 വർഷമായി സ്ലാബ് പൊട്ടി മലിനജലം കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധി പടരുമെന്ന ഭീതിയിൽ വിദ്യാർത്ഥികൾ. KCN ന്യൂസ് അന്വേഷണം. ഇത് കേന്ദ്ര സർവകലാശാലയിലേതടക്കം നിരവധി വിദ്യാർത്ഥികൾ താമസിക്കുന്ന SC/STയുടെ കീഴിലുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ. 60ഓളം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് വർഷം 2ആയി. മലിനജലം കടന്നുപോകുന്ന സ്ലാബ് പൊട്ടി വെള്ളം കെട്ടിക്കിടക്കുന്നുവെന്ന അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് സംഭവസ്ഥലം സന്ദർശിച്ച ഞങ്ങൾ മലിനജലം ഒഴുകുന്ന ഒരു കുളമാണ് കണ്ടത്. അതിൽ യഥേഷ്ടം വിഹരിക്കുന്ന കൊതുകുകളും കൂത്താടികളും. ദുർഗന്ധം സഹിച്ചും കൊതുകുകടി കൊണ്ടും ത്യാഗം സഹിച്ചാണ് വിദ്യാർത്ഥികളുടെ പഠനം. തങ്ങൾ PWD അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു വർഷമായി, ഇവിടെ 2 വർഷമായി. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നത് കൊണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 6 മാസം മുന്നേ നമ്മൾ നിവേദനമൊക്കെ കൊടുത്തു. അപ്പോൾ നിവേദനം കൊടുത്തിട്ട് അവർ വന്ന് PWD ആൾക്കാർ വന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ പൈപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടു എന്നല്ലാതെ അത് ഏത് പൈപ്പാണ് പൊട്ടിയെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ അത് കൃത്യമായിട്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരാഴ്ച നോർമലായിട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഇതുപോലെ തന്നെ സ്ഥിതി. അപ്പോൾ രാത്രി എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊതുക് ശല്യം, റൂമിലൊന്നും കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കൊതുകിൻ്റെ. പിന്നെ ഇതിലെ നടന്നു പോകുമ്പം ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ട്, അതായത് കുട്ടികൾ കുളിക്കുന്ന വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് നമുക്ക് എപ്പോൾ രാവിലെ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് നമ്മുടെ എല്ലാവരെയും ആവശ്യം. PWD അധികൃതർക്കാണ് പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബ് നന്നാക്കാനുള്ള ഉത്തരവാദിത്വമെന്നും എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ടെന്നും ഉടൻ പണി പൂർത്തിയാക്കുമെന്നുമാണ് ഹോസ്റ്റൽ വാർഡൻ ഞങ്ങളോട് പറഞ്ഞത്. നമ്മളെ ഹോസ്റ്റലിലെ ഡ്രെയിനേജിൻ്റെ ഒരു പൈപ്പ് നമ്മൾ മരം പൊട്ടി വേണ്ട അത് പൊട്ടിപ്പോയത്. അപ്പോൾ നമ്മൾ ആദ്യം അത് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് കൂടുതൽ ഒരു വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് PWDക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവർ എസ്റ്റിമേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പണി അവർ തന്നെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ ജില്ലയിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഹോസ്റ്റലിലടക്കം അധികൃതരുടെ അനാസ്ഥ മൂലം മലിനജലം കെട്ടിക്കിടക്കുന്നത്. വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇത്തരമൊരവസ്ഥ ഭീതി ഉളവാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് KCN. അധികാരിവർഗം ജീവനാശിനിയിൽ മുക്കി വലിച്ചെറിഞ്ഞ കുരുന്നുകളോടുള്ള ക്രൂരത തുടരുന്നു. 10ാം ക്ലാസ് പരീക്ഷയ്ക്കൊരുങ്ങുന്ന എൻഡോസൾഫാൻ ഇരകൾ ഉൾപ്പെടെയുള്ള പഠന വൈകല്യം നേരിടുന്ന 500-ലേറെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ സഹായിയെ നിഷേധിച്ചാണ് ശമനമില്ലാത്ത ക്രൂരത അധികൃതർ ഒന്നുകൂടി കടുപ്പിച്ചത്. പഠനവൈകല്യം ബാധിച്ച വിദ്യാർത്ഥികൾക്ക് മുൻവർഷങ്ങളിൽ ലഭ്യമായിരുന്ന പരീക്ഷാ സഹായിയുടെ സേവനമാണ് ഈ വർഷം മുടങ്ങുന്നത്. മറ്റു ജില്ലകളിൽ മുഴുവൻ ആനുകൂല്യങ്ങളും ലഭ്യമാണെന്നിരിക്കെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ അവഗണന. ഈ വർഷം 10 മിനിറ്റ് അധിക സമയം മാത്രമാണ് പഠനവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം.
പഠനവൈകല്യം തെളിയിക്കാൻ 90 പോയിന്റിന് മുകളിൽ ബുദ്ധി നിലവാരമുണ്ടോ എന്ന് തെളിയിക്കുന്ന സൈക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവമാണ് സഹായ നിഷേധത്തിന് കാരണമായി അധികൃതർ പറയുന്നത്. സൈക്യാട്രിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് അപര്യാപ്തമാണെന്നും DPI-സെൽ വിശദീകരിക്കുന്നു. അതേസമയം നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചാണ് അപേക്ഷകൾ നൽകിയതെന്നും ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ധാരണയില്ലായ്മയാണ് സംഭവത്തിന് കാരണമെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി 2000-ഓളം കുട്ടികളിൽ നടത്തിയ പരിശോധനാ ക്യാമ്പിൽ 550 പേർ പഠനവൈകല്യമുള്ളവരാണെന്ന് തെളിഞ്ഞിട്ടും അധികൃതർ ഇത്തരം ഉത്തരവ് പുറത്തിറക്കിയത് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് എൻഡോസൾഫാൻ വിരുദ്ധ സമിതി കൺവീനർ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ KCN ന്യൂസിനോട് പറഞ്ഞു. മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾ പരസഹായത്തോടെയാണ് സാധാരണ നിലയിൽ പരീക്ഷ എഴുതാറ്. സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ ചേർന്നുകൊണ്ട് പരിശോധന നടത്തി അർഹരായവരെ അതിലൂടെ കണ്ടെത്താറാണ് പതിവ്. എന്നാൽ ഇത്തവണ കാസർഗോഡ് ജില്ലയിൽ 550ഓളം വിദ്യാർത്ഥികൾ തഴയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിത മേഖല അടക്കമുള്ള വിദ്യാർത്ഥികളാണ് ഈ കുടുക്കിൽപ്പെട്ടിരിക്കുന്നത്. ഇത് ഔദ്യോഗിക നിർവഹണ വിഭാഗത്തിൻ്റെ അനാസ്ഥ കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മറ്റ് ജില്ലകളിലൊന്നും ഇത്തരം പരാതികൾ വന്നു കാണുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ 550ഓളം പേര് പരീക്ഷ എഴുതാൻ പറ്റാതെ മാറി നിൽക്കേണ്ടി വന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്നുകൊണ്ട് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത്. മിക്ക സ്കൂളുകളും 100% വിജയം കൈവരിക്കാൻ അനർഹർക്ക് കൂടി പരീക്ഷാ സഹായിയെ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. അർഹരായ എൻഡോസൾഫാൻ ഇരകളടക്കമുള്ള പഠനവൈകല്യം നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ സഹായിയെ നിഷേധിച്ചുള്ള അധികൃതരുടെ നിലപാട് വിവാദത്തിലായത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFI MSF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി. പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ മോചിപ്പിക്കാനെത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകൻ പോലീസിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നാണ് തനിക്ക് ലഭിച്ച വിവരമെന്നും എന്നെ നെല്ലിക്കുന്നിനുള്ള മറുപടിയിൽ പിണറായി വിജയൻ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFI MSF വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്ത MSF വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേൽപ്പിച്ചുവെന്നാണ് ആരോപണം. ഈ വിഷയമാണ് നിയമസഭയിൽ കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന് ഉന്നയിച്ചത്. 3-ാം മുറയാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ നടന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. റൈറ്ററുടെ മുറിയിൽ നിന്ന് നിലവിളി കേട്ട് അങ്ങോട്ട് പോയപ്പോൾ MSFന്റെ നേതാക്കൾക്ക് കണ്ടത് അബൂബക്കർ സിദ്ദീഖ് എന്ന ഒരു വിദ്യാർത്ഥിയെ വളരെ ക്രൂരമായി പൈശാചികമായി മർദ്ദിക്കുന്നതാണ്. സിദ്ദീഖിനെ നിലത്ത് കിടത്തി പോലീസുകാർ ബൂട്ടിട്ട കാലിൽ മുട്ടിനും മറ്റും ചവിട്ടുകയായിരുന്നു സർ. ഈ ക്രൂരമായ നടപടിക്ക്, ഈ പൈശാചികതയ്ക്ക് കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പോലീസുകാരെയും ശിക്ഷിക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത്. ഇനി കാസർകോട്ട് ആവർത്തിക്കാൻ പാടില്ല. സംഭവത്തെ ഗൗരവമായി കാണുന്നുവെന്നും ഇത് സംബന്ധിച്ച് ജില്ലാ ജഡ്ജിയും ജില്ലാ കളക്ടറും അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനം നടന്നു എന്നാണ്. അത് സംബന്ധിച്ച് അന്വേഷിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. സർ, അത് ആ കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ സർക്കാർ കാണുകയാണ്. അത്തരമൊരു പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അവിടുത്തെ കലക്ടർ അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് കോളേജിൽ SFI MSF സംഘടനകൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് MSF നേതാക്കളടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. തുടർന്നാണ് വിഷയം നിയമസഭയിലെത്തുകയും മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ MSF പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ വച്ചുണ്ടായ മർദ്ദനത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ്. അക്രമത്തിൽ പ്രതിഷേധിച്ച് MSF യൂത്ത് ലീഗ് പ്രവർത്തകർ കാസർഗോഡ് CI ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്ത MSF പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചുവെന്നാരോപിച്ചായിരുന്നു MSF യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യും വരെ സമരം തുടരുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ ദേഹത്ത് തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സർവീസിലുള്ള നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് അത്തരം ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഞങ്ങൾ ഈ സമരം ഒരു സൂചന മാത്രമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ഈ അക്രമികളെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കളക്ടർ അന്വേഷണം നടത്താൻ തീരുമാനമെടുത്തു. ഞങ്ങളുടെ സമരം പക്ഷേ അവസാനിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ഈ കാസർകോട്ടെ CI അബ്ദുറഹീമിനെയും ASI സതീഷിനെയും സസ്പെൻഡ് ചെയ്യുക എന്നതാണ്. ആ ആവശ്യം നേരിട്ടല്ലാതെ അല്ലാതെ ഞങ്ങളുടെ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ഇവിടെ ഇത്തരമൊരു സമരവുമായി കടന്നു വന്നത്. പരിപാടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT അഹമ്മദ് അലി, A അബ്ദുൾ റഹ്മാൻ, AK മഷറഫ്, K ബക്കർ, T അബ്ദുള്ള, അഷറഫ് എടനീർ തുടങ്ങിയവർ സംസാരിച്ചു. വാവടുക്കം പുഴ വറ്റിവരണ്ടതോടെ മലയോര പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കിലോമീറ്ററുകൾ ദൂരത്തേക്ക് ഇതിനകം തന്നെ പുഴ ഇല്ലാതായി കഴിഞ്ഞു. വാവടുക്കം പുഴ കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് ഇതിനകം തന്നെ വറ്റിവരണ്ടിരിക്കുകയാണ്. പുഴ വരണ്ടതോടുകൂടി മലയോര പഞ്ചായത്തുകളിൽ കുടിവെള്ളം കിട്ടാക്കനിയായിരിക്കുകയാണ്. ജില്ലയിലെ മലയോര പഞ്ചായത്തുകൾ വരൾച്ചയുടെ പിടിയിലമരുകയാണ്. പുഴ വറ്റിവരണ്ടതോടെ സ്ഥലത്തെ നിവാസികൾക്ക് ഓരോ ദിവസം കടന്നു പോകുന്തോറും ജലക്ഷാമം രൂക്ഷമാവുകയാണ്. ഹേടടുക്ക, കോടമ്പേളൂർ, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തുകളെ ജലസമൃദ്ധമാക്കുന്ന വാവടുക്കം പുഴ വരണ്ടിട്ട് 2 മാസത്തോളമായി. നമ്മുടെ ഈ പുഴയില് വർഷകാലത്ത് ധാരാളം വെള്ളങ്ങളുണ്ട്. വേനലാകുമ്പോഴേക്ക് വെള്ളം പുഴ വറ്റി വരണ്ട് ഒട്ടും വെള്ളമില്ലാതാവുകയാണ്. അത് വെറുതെ പോകുന്ന വെള്ളമാണ്. അതിനൊരു 2-3 ചെക്ക് ഡാമുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു 2-3 പമ്പ് ഹൗസ് ചെയ്ത് വെള്ളം ചെയ്യണം. നമ്മുടെ കാസർഗോഡ് ജില്ല മൊത്തം വെള്ളം കൊടുക്കാനുള്ള വെള്ളം നമ്മുടെ ചന്ദ്രഗിരി പുഴയിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇത് താൽക്കാലികമായിട്ടൊരു പമ്പ് ഹൗസ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ജനങ്ങൾക്ക് വെള്ളവും കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടുകൾ. പുഴയൊഴുകുന്ന വഴികൾ നീർച്ചാലായി മാറിയിരിക്കുകയാണ്. ചാക്കുകൾ വെച്ച് താൽക്കാലിക തടയണ പണിതെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ദിവസങ്ങൾക്കകം ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാനായി നെട്ടോട്ടമോടേണ്ടി വരുമെന്ന അവസ്ഥയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി ഹ്രസ്വചിത്ര പ്രദർശനവും സംവാദവും സംഘടിപ്പിച്ചു. വുമൺ എംപവർമെന്റ് സെല്ലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് CR രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി വകുപ്പ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതി ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ വുമൺ എംപവർമെന്റ് സെല്ലിന്റെ സഹകരണത്തോടെ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന് മുന്നോടിയായി സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, സധൈര്യം മാറുക എന്ന ലക്ഷ്യത്തോടെ കാസർഗോഡ് DPC ഹാളിൽ സാമൂഹ്യനീതി ഹ്രസ്വചിത്ര പ്രദർശനവും സംവാദവും സംഘടിപ്പിച്ചു. കാസർഗോഡ് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് CR രാജശ്രീ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ അവർ പിന്നെ അടുത്ത വർഷങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വ്യഥയെ പറ്റിയിട്ടുള്ള കാര്യം, ഈ 2 കാര്യങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുത്തിയത്. കാരണം ഞാൻ MC കേസസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കോടതിയിൽ കേസസ് ഫയൽ ചെയ്യാറുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ PWDV ആക്ട്, അങ്ങനെ ഒരു ആക്ട് ഉണ്ട് 2005 കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിയമമാണ്. ആ നിയമം 2005 കൊണ്ടുവന്നപ്പോൾ അതിന് ഒരുപാട് പഴുതുകളും ലൂപ്പ് ഹോൾസും ഉണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ കേസ് ഇന്ന് കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ആ ആക്ടിലാണെന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പ്രൊഫസർ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഹ്രസ്വചിത്ര പ്രദർശനത്തോടനുബന്ധിച്ച് വിറ്റ്നസ്, കരുണ, U18 തുടങ്ങി ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ P സുലജ, C ഉമ്മർ, T മിനി, ജയന്തി P നായർ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് സർവീസ് ബാങ്ക് ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചത്. കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയും പാരിസ്ഥിതിക സംരക്ഷണവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് വിവിധ തൊഴിലാളി നിർമ്മാണ മേഖലാ സംഘടനകളെ പങ്കെടുപ്പിച്ച് ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംവാദം സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് TCV ദിനേശ് കുമാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് KA സാലി അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ, INTUC ജില്ലാ സെക്രട്ടറി ഷാഹുൽ ഹമീദ്, STU കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് TV മുഹമ്മദ്, പ്രസ് ക്ലബ് സെക്രട്ടറി സണ്ണി ജോസഫ്, ജിയോളജിസ്റ്റ് പ്രൊഫസർ ഗോപിനാഥൻ, പരിസ്ഥിതി പ്രവർത്തകൻ മുരളി വെള്ളിക്കോത്ത്, ക്രഷറർ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അലി മുണ്ടാങ്കുലം,
പൂഴി തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഇ ഡി ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. സണ്ണി മാത്യു സ്വാഗതവും PV ഗോപാൽ നന്ദിയും പറഞ്ഞു. 25ാമത് NA അബ്ദുള്ള കുഞ്ഞി സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് മെയ് 5-ന് തുടക്കമാകും. കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം യഹ്യ തളങ്കര നിർവഹിച്ചു. തമ്പ് മേൽപ്പറമ്പിന്റെ ആഭിമുഖ്യത്തിലായിരിക്കും ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വെൽഫിറ്റ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ 16 പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം വളരെ വിപുലമായി കാസർഗോഡ് വെച്ച് തന്നെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തണമെന്നുള്ള ആഗ്രഹം സഫലീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് NA ട്രോഫി കാസർഗോഡ് വെച്ച് നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത്. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സർക്കാർ അർദ്ധ സർക്കാർ സംഘടനകളുമായി സഹകരിച്ച് സാമൂഹ്യക്ഷേമ, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനുള്ള തയ്യാറെടുപ്പിലാണ് തമ്പ് മേൽപ്പറമ്പ്. വാർത്താസമ്മേളനത്തിൽ യഹ്യ തളങ്കര, അബ്ദുൾ മജീദ്, അനൂപ് കളനാട്, യൂസഫ് മേൽപ്പറം, ജലീൽ കോയ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ശ്വാസകോശ രോഗങ്ങളെ സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലാ ചെസ്റ്റ് സൊസൈറ്റി രൂപീകരിച്ചു. IMA സംസ്ഥാന പ്രസിഡന്റ് VG പ്രദീപ് കുമാർ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വർദ്ധിച്ചുവരുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സംബന്ധിച്ച് ഡോക്ടർമാരിലും ആരോഗ്യ പ്രവർത്തകരിലും പരിശീലനം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ചെസ്റ്റ് സൊസൈറ്റി രൂപീകരിച്ചത്. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ VG പ്രദീപ് കുമാർ സൊസൈറ്റിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. So many specialty organizations are clubbed from the Academy of Medical Specialties, and for that, to make a common platform, this year IMA Kerala State has formed a specialty conclave where all the specialists like physicians, pulmonologists, surgeons, orthopedists, everybody, all the state office bearers will be coming under one roof as a platform which will have, and any issue on that particular issue, like anything, somebody is coming in H1N1 like influenza, some epidemics comes, the specialty organization will give us the correct picture of what is to be done, and the IMA will project that picture. ചടങ്ങിൽ ഡോക്ടർ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ പ്രദീപ്, ജമാൽ അഹമ്മദ്, മഞ്ജുനാഥ് ഷെട്ടി, ജനാർദ്ദന നായിക്, സൂരജ്, ചിത്രരഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പുതിയ സംരംഭം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ടൂർസ് ആൻഡ് ട്രാവൽസ് മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അൽഹിന്ദ് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ടൂർസ് ആൻഡ് ട്രാവൽസ് മേഖലയിലെ എല്ലാത്തരം ആവശ്യങ്ങൾക്കും അൽഹിന്ദ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. എയർ ടിക്കറ്റിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ, പാസ്പോർട്ട്, വിസ പ്രോസസ്സിംഗ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും അൽഹിന്ദിൽ ലഭ്യമാണ്. ഉദ്ഘാടന വേളയിൽ ബി ഫാത്തിമ ഇബ്രാഹിം, AGC ബഷീർ, PE അബ്ദുള്ള, അഷ്റഫ് അലി, യഹ്യ തളങ്കര, കമ്പനി ജനറൽ മാനേജർ ഹാരിസ്, മുഹമ്മദ് ഷിഹാബ്, ആഷ്ലി ഫെർണാണ്ടസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മാർച്ച് 6-ന് കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മാർച്ച് 6-ന് കാഞ്ഞങ്ങാട് സൂര്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. സമ്മേളനത്തിൽ 900 പ്രതിനിധികൾ പങ്കെടുക്കും. മാർച്ച് 6-ന് രാവിലെ പ്രതിനിധി സമ്മേളനവും വൈകിട്ട് 4 മണിക്ക് പ്രകടനവും നടക്കും. തുടർന്ന് പുതിയകോട്ട ടൗൺ ഹാൾ പരിസരത്ത് പൊതുസമ്മേളനം നടക്കും. സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി സംഘാടക സമിതി ഓഫീസ് തുറന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. P. നാരായണൻ അധ്യക്ഷനായി. കാറ്റാടി കുമാരൻ, ദേവി രവീന്ദ്രൻ, K. രാജമോഹൻ, രതീഷ് നെല്ലിക്കാട്ട്, കുട്ട്യൻ, ജോളി ജോസഫ്, രാജീവൻ, KV ബിന്ദുമോൾ, ഷീജ, TK നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കടാങ്കോട്ട് ഉത്തര മലബാർ സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കും. കടാങ്കോട്ട് ജയ്ഹിന്ദും ഗൾഫ് ബ്രദേഴ്സ് ജയ്ഹിന്ദുമാണ് സംഘാടകർ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കാടങ്കോട് ജയ്ഹിന്ദ് വായനശാല അങ്കണത്തിൽ നടന്ന യോഗത്തിലാണ് സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ V. നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉദ്ഘാടകൻ ഫണ്ട് ഏറ്റുവാങ്ങുകയും ചെയ്തു. കാടങ്കോട് ജയ്ഹിന്ദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഗൾഫ് ബ്രദേഴ്സ് ജയ്ഹിന്ദും സംയുക്തമായാണ് മാടായി പത്മനാഭൻ മാസ്റ്റർ സ്മാരക ഉത്തര മലബാർ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്.
പഞ്ചായത്ത് അംഗങ്ങളായ എം യൂസഫ്, ടി രവീന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ഭാസ്കരൻ, എ കെ ചന്ദ്രൻ, ഇന്ത്യൻ കബഡി താരം എം മനോജ് കുമാർ, ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ടി വി കൃഷ്ണൻ, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ വി ചന്ദ്രൻ, ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് MD PK വിനയകുമാർ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ A അശോകൻ, ജയ്ഹിന്ദ് വായനശാല പ്രസിഡന്റ് PP ബാലകൃഷ്ണൻ, O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, TK വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻ പത്താനത്ത് സ്വാഗതവും ജയ്ഹിന്ദ് ക്ലബ്ബ് സെക്രട്ടറി അനീഷ് കൈക്കോട്ട് നന്ദിയും പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മർച്ചന്റ്സ് വനിതാ വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. വനിതാ സംഗമത്തിന്റെ ഭാഗമായി നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും 1000-ഓളം വനിതകൾ അണിനിരന്ന റാലിയും സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മർച്ചന്റ്സ് വനിതാ വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു വനിതാ സംഗമം നടന്നത്. വനിതാ സംഗമത്തിന്റെ ഭാഗമായി നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും വനിതാ റാലി സംഘടിപ്പിച്ചു. റാലിയിൽ നിരവധി സ്ത്രീകൾ അണിനിരന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഷീന ഷുക്കൂർ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ വനിതാവിന് വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ഞങ്ങൾ ന്യായമായിട്ടുള്ള ക്രമപ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾ സൊസൈറ്റി അനുവദിച്ച് തന്നെ കിട്ടണം. സ്റ്റാർട്ടഡ് നമ്മൾ തുടങ്ങി വെച്ചു. ഇനി ഞങ്ങൾ കൂടെ നിന്നിട്ടില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഇതിന്റെ ഒരു നെഗറ്റീവ്സിലേക്ക് പോകേണ്ടി വരും. അപ്പോ സ്ത്രീകളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ജില്ലാ പ്രസിഡന്റ് ഷേർലി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. KVVES സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡ് വിതരണം ചെയ്തു. ജോളി ബേക്കറി ഉടമ രാധാകൃഷ്ണൻ, ശ്രീലക്ഷ്മി മാച്ചിംഗ് സെന്റർ ഉടമ ചന്ദ്രമണി തുടങ്ങിയവർ ഉപഹാരം ഏറ്റുവാങ്ങി. TM ജോസ് മുതിർന്ന വനിതാ വ്യാപാരികളെ ആദരിച്ചു. മാഹിൻ കോളിക്കര, ഗിരീഷ് ചീമേനി, C യൂസഫ് ഹാജി, K മണികണ്ഠൻ, ശോഭന ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ നഗരത്തിൽ പടർന്നു പിടിക്കുന്നുണ്ടെന്ന ആരോഗ്യ പ്രവർത്തകരുടെ റിപ്പോർട്ട് പുറത്തുവരുമ്പോഴും വിദ്യാനഗർ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് ദുരവസ്ഥ. അഴുക്കുജലം ഒഴുകുന്ന പൈപ്പ് പൊട്ടി 2 വർഷമായിട്ടും പരിഹാരമില്ല. പകർച്ചവ്യാധികൾ പടരുമെന്ന ഭീതിയിൽ വിദ്യാർത്ഥികൾ. എൻഡോസൾഫാൻ ഇരകളടങ്ങുന്ന പഠന വൈകല്യം ബാധിച്ച വിദ്യാർത്ഥികളോട് അധികൃതരുടെ അനാസ്ഥ തുടരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നിഷേധിച്ച അധികൃതരുടെ നടപടി വിവാദമാകുന്നു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് എൻഡോസൾഫാൻ വിരുദ്ധ സമിതി കൺവീനർ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ KCN ന്യൂസിനോട്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ MSF പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച സംഭവം നിയമസഭയിൽ. വിഷയം നിയമസഭയിൽ ഉന്നയിച്ച MLA NA നെല്ലിക്കുന്നിന് മുഖ്യമന്ത്രിയുടെ മറുപടി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി. MSF പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചുവെന്ന ആരോപണം നിലനിൽക്കെ MSF യൂത്ത് ലീഗ് പ്രവർത്തകർ കാസർഗോഡ് CI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായി മലയോര പഞ്ചായത്തുകൾ. ജനങ്ങൾ ആശ്രയിച്ച വാവടുക്കം പുഴ വറ്റിവരണ്ടതോടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.